ഹലോ ഗൈസ്, ഫിറ്റ്വേ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം എങ്ങനെ വീഡിയോയിലേക്ക് പോകല്ലേ? ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡൗൺ ടൗണിലുള്ള ബുർജ് ഖലീഫ റെസിഡൻസിലേക്കാണ്. നമ്മളിപ്പം കയറിയിരിക്കുന്ന റോഡ് നേരെ ബിസിനസ് ബേയിലേക്കുള്ള റോഡാണ് കേട്ടോ. ബിസിനസ് ബേ, അൽക്കൂസ്, അതേമാതിരി തന്നെ ഡൗൺ ടൗണിലേക്കും ഇറങ്ങാൻ വേണ്ടി പറ്റും. അതേമാതിരി തന്നെ ഖലീജ് സെൻറ്റർ, അതേമാതിരി പല റൂട്ടിലേക്കുമുള്ള ഒരു പ്രധാന റോഡ് തന്നെയാണ് ഇത്. നമ്മൾ നേരെ കാണുന്ന ഒരു ടവർ കണ്ടോ, അതാണ് അഡ്രസ് ഡൗൺ ടൗൺ കേട്ടോ. അഡ്രസ് ഹോട്ടലുകളിൽ പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ തന്നെയാണത്. നമ്മൾ ഡൗൺ ടൗണിലേക്ക് ഇറങ്ങി നമ്മളങ്ങനെ പാസഞ്ചറെ ഡ്രോപ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ പാസഞ്ചറെ ഈ ബുർജ് ഖലീഫ റെസിഡൻസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുർജ് ഖലീഫ ഒറിജിനൽ ബുർജ് ഖലീഫ അല്ല കേട്ടോ. അതല്ലാതെ തന്നെ വേറൊരു റെസിഡൻസ് ഉണ്ട്, അവിടെയാണ് നമ്മൾ കൊണ്ടുപോയി ഇറക്കിയിരിക്കുന്നത്. പാർക്കിംഗ് ആണ്, അതായത് ഡൗൺ ടൗണിൽ തന്നെയുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഒരു ബിൽഡിങ്ങിന്റെ അവിടുന്ന് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഡ്രോപ്പ് ചെയ്തു പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരെ ഡൗൺ ടൗണിലേക്കാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഉമ്മാമ നടന്നു പോകുന്നുണ്ട് കേട്ടോ, പോയിക്കോട്ടെ. ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും ഡൗൺ ടൗണിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നമുക്ക് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറാസി ഡ്രൈവ് നിന്ന് റൈറ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽക്കൽ റോഡിലേക്ക് ഇറങ്ങും കേട്ടോ. നമ്മൾ അങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് കഴിഞ്ഞു പോയി, കാണിക്കാൻ കഴിഞ്ഞില്ല, പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. വിദ ഹോട്ടലായിരുന്നു. ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഇപ്പോൾ ഉള്ള സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുർജ് ഖലീഫ സ്ട്രീറ്റ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ നേരെ നോക്കിയാൽ കാണാതെ സിഗ്നല്. ആ സിഗ്നലിൽ നിന്ന് പിന്നെ റൈറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കയറി ചെല്ലാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ ബിസിനസ് ബേ ഏരിയയിലേക്കാണ്. അതേമാതിരി തന്നെ റാഡിസൺ ബ്ലൂ ഹോട്ടല്. ഇവിടുന്ന് അവിടെ ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റ് റീജീസ്, പുൾമാൻ ഹോട്ടലൊക്കെ ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റുമല്ലോ. ഈ പാം ഐലൻഡിൻ്റെ ലീഫിലൊരു പോയിന്റ് കണ്ടോ, അവിടെയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഒരു പാസഞ്ചറായിട്ട് ഒരു വില്ലയിൽ ഇറക്കാൻ വേണ്ടി വന്നായിരുന്നു.
അങ്ങനെ വില്ലയിൽ ഇപ്പോൾ വിട്ട് തിരിച്ച് പോവാണ്. ഈ ഒരു ഏരിയയിൽ തന്നെ അത്യാവശ്യം പോഷായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് കേട്ടോ താമസിക്കുന്നത്. വീടിൻ്റെ മുറ്റത്ത്, ഓരോ വീടിൻ്റെ മുറ്റത്തും ഓരോ ലക്ഷറി വണ്ടികൾ എന്തായാലും ഉണ്ടാവും. ലക്ഷറി വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വില കൂടിയ ഐറ്റങ്ങളില്ലേ, അതായത് ലംബോർഗിനി, അതേമാതിരി തന്നെ റോൾസ് റോയ്സ് വേണ്ടിയുള്ള അങ്ങനെയുള്ള ലക്ഷറി വണ്ടികൾ മാത്രം ഉള്ളൊരു ഏരിയ ആണ് കേട്ടത്. ഇവിടെ പിന്നെയും കുറവാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വാദി അൽ സഫ ഒരു വില്ലയിൽ നമ്മൾ പാസഞ്ചർ എടുക്കാൻ വേണ്ടി പോവാണ്. വാദി അൽ സഫ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അറേബ്യൻ രാജ്യത്തിൻ്റെ ഒക്കെ ബാക്ക് സൈഡായിട്ട് വരും. ഒരു ഏരിയക്ക് വാദി അൽ സഫ നാട്ടോ പറയാം. നമ്മളങ്ങനെ കമ്മ്യൂണിറ്റിയിലേക്ക് കയറാണ് കേട്ടോ. ദ വില്ല എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. आजी जाओ, थैंक यू. റൈറ്റാണ് നമ്മൾ കയറി പോകേണ്ടത്. രണ്ട് മിനിറ്റ് ലേറ്റാണ് നമ്മൾ. തിരിഞ്ഞിട്ടുള്ള
നമ്മളങ്ങനെ പാസഞ്ചറായിട്ട് എയർപോർട്ടിലേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. അങ്ങനെ തിരിച്ച് എയർപോർട്ടിലെത്തിയിട്ട് അടുത്ത ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മളങ്ങനെ എയർപോർട്ടിലേക്കുള്ള ബ്രിഡ്ജ് കയറുകയാണ്. എയർപോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാഷിദിയ വഴി ആണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. ഇവിടുന്ന് റൈറ്റ് കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർജ റോഡാണ് കേട്ടോ. അൽക്കൈൽ റോഡിൽ നിന്നാണ് നമ്മൾ ഈ ബ്രിഡ്ജ് കയറിയിരിക്കുന്നത്. നേരെ റാഷിദിയ കഴിഞ്ഞിട്ടാണ് എയർപോർട്ടിലേക്കുള്ള മെയിൻ ബ്രിഡ്ജ്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന എയർപോർട്ടാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ പാസഞ്ചർ ഇറക്കി എയർപോർട്ടിലേക്ക് പോവാണ് ഗൈസ്. നല്ല തിരക്കാണ് കേട്ടോ. രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് എയർപോർട്ട്. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുള്ളൂ. ഈ ടാക്സിക്കാർ ചില സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടാട്ടോ. ഒരു കട്ട് ചെയ്യല, വേറെ വണ്ടി വരുന്നുണ്ടുള്ള നോക്കലൊന്നുമില്ല, ഒറ്റ കയറില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണിയാൻ കൊണ്ട് കിട്ടും. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മളിതാ മുന്നോട്ട് കയറിയാൽ കാണാം റൈറ്റ് സൈഡിൽ കുറേ വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ വണ്ടി നിർത്തിയിട്ട് കണ്ടോ, അവിടെയും അതേമാതിരി തന്നെ സെൻട്രൽ ട്രാക്കിലും വണ്ടികളുണ്ടായിരുന്നു. ഞാനിപ്പോൾ സെയിം ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടാക്സിക്കാരൻ വരുന്നുണ്ടോ ഉള്ളതൊന്നും നോട്ടൊന്നുമില്ല, ഒരൊറ്റ കയറ്റല് എൻ്റെ വണ്ടി പോയിട്ട് നേരെ തട്ടി. അതായത് അവൻ്റെ ഫ്രണ്ടിലേക്ക് ഇറക്കിയ സമയത്ത് എൻ്റെ വണ്ടീൻ്റെ ഫ്രണ്ട് ഡോറിനോട് തട്ടി. അങ്ങനെ അവൻ വാദിക്കുക, അങ്ങനെ ഇങ്ങനെ ഇനി സ്പീഡിൽ വന്നിട്ടാണ് അതാക്കിയിട്ടാണ് അതാണെന്ന് പറഞ്ഞിട്ട് വാദിക്കുക. അങ്ങനെ പോലീസ് വന്ന് പോലീസുകാരെ ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് പോലീസുകാരൻ പറഞ്ഞ് വണ്ടിൻ്റെ പള്ളഭാഗത്താണ് തട്ടിയിരിക്കുന്നത്. അതായത് ഞാൻ ഓൾറെഡി എൻറ്റർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ തെറ്റ് നിന്റെ അടുത്താണെന്ന് പറഞ്ഞിട്ട് ഫയല് അവൻ്റെ പേരിൽ പേപ്പർ എഴുതി കൊടുത്തു.
അങ്ങനെ അവൻ വിടുന്നേ ഇല്ല. ഒരു ബംഗാളിയായിട്ടുള്ള ഒരു ഡ്രൈവറായിരുന്നു. അവൻ എത്ര പറഞ്ഞിട്ടും അംഗീകരിക്കുന്നില്ല അവന്റെ തെറ്റ്. അങ്ങനെ പോലീസുകാരൻ പറഞ്ഞപ്പോഴാണ് ഓൻ എന്റെ നേരേക്ക് ചാടുമായിരുന്നു. അങ്ങനെ ഇത് അത് എന്ന് പറഞ്ഞിട്ട്. അതാണ് അവസ്ഥ. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമുക്ക് അങ്ങനെ അടുത്ത പിക്കപ്പ് പുൾമാൻ ഡൗൺ ടൗൺ എന്നാണ് കേട്ടോ. അപ്പം നമുക്ക് ഡൗൺ ടൗണിൽ പോയിട്ട് പാസഞ്ചർ എടുത്ത് തരാം. രാവിലെ അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് ഇന്ന് സൺഡേ ആണ്, പക്ഷേ എയർപോർട്ട് തിരക്കുണ്ട് കേട്ടോ. ബാക്കിയുള്ള റോഡിലൊന്നും വലിയൊരു തിരക്കില്ലെങ്കിലും എയർപോർട്ടിൽ ഇന്ന് തിരക്കുകളുണ്ട്. നമ്മൾ ഈ റോഡിൽ കൂടി ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഇതിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പകലുള്ള ഈ ഒരു കാഴ്ചയും കൂടി നിങ്ങൾ കാണണമല്ലോ, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു.